നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ കൂടിയാണ് പോകുന്നത്. അവൻ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോവാണ്. അവൻ്റെ സ്പീഡ് 10 മീറ്റർ/സെക്കൻഡ് ആണ്. അവൻ്റെ കമ്പൈൻഡ് മാസ്, അതായത് അവൻ സൈക്കിളിൽ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അവൻ്റെ മാസും സൈക്കിളിൻ്റെ മാസും കൂട്ടി ടോട്ടൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 30 kg ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കണേ, നമ്മുടെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. എന്തിൻ്റെ? മോട്ടോർ സൈക്കിളിൻ്റെയും പാസഞ്ചറിൻ്റെയും കൂടിയിട്ടുള്ള കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ, രണ്ടുപേരും കൂടിയിട്ടുള്ളതിനാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അവന്മാരുടെ കൈനറ്റിക് എനർജി എത്രയാണ്? അപ്പോൾ നമുക്കറിയാം, അവന്മാരുടെ കൂടിയുള്ള മാസ് അറിയാം, അവന്മാരുടെ വെലോസിറ്റിയും അറിയാം. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താ? ½ ആണ്. നമ്മുടെ എം എന്ന് പറയുന്നത് എത്രയാണ്? 30 kg ആണ്. ബി എന്ന് പറയുന്നത് 10 ആണ്. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 1500 എന്താ എനർജിയാണ്. അപ്പോൾ ജൂളാണ് യൂണിറ്റ്. അടുത്തത് നോക്ക്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് ഡബിളായി. അപ്പോൾ എത്രയാ? നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന സ്പീഡ് വി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടായിരുന്ന സ്പീഡ് 2v ആണ്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമ്മുടെ 10 ആയിരുന്നു. 2 × 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാസ് മാറില്ല. മോട്ടോർ സൈക്കിളിൻ്റെയും പാസഞ്ചറിൻ്റെയും കൂടിയുള്ള മാസ് 300 kg നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ½ നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 60,000 ജൂൾ നമുക്ക് കിട്ടി.